ഇവിടുത്തെ കാലാവസ്ഥയാണ് നല്ലൊരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇത് കായയുടെ വലിപ്പം അതിന്റെ മധുരമൊക്കെ കാലാവസ്ഥയാണെന്നാ പറയുന്നത്. ഒരു 1/2 കിലോയ്ക്ക് മേലുണ്ട്. 1/2 കിലോയ്ക്ക് മേളിൽ വരുന്നുണ്ട്. നല്ല സൈസ്, ഭയങ്കര സൈസ് ഉണ്ട്, വെയിറ്റും ഉണ്ട്. കഴിക്കും നല്ല മധുരവും. ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം, അന്യായ ടേസ്റ്റ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞ ഒരു അസാമാന്യ ഒരു എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും എന്ത് പൈസ ഉണ്ടെങ്കിലും മാനസികമായിട്ടൊരു സന്തോഷം അനുഭവിക്കുന്ന ഇവിടെ വരുമ്പോഴാണ്. ആ കാണുന്ന വെച്ചാൽ പമ്പയാറ. ഇവിടെ നമുക്ക് മാരിജ്യോതി കാണാം. ഇവിടുത്തെ ഈ വായു ശ്വസിക്കുകയും ഇവിടുത്തെ വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി. കുറഞ്ഞത് എൻ്റെ വിശ്വാസം ഒരു 10 വർഷം കൂടെ ആയുസ് കൂടും. അത്ര നല്ലൊരു ക്ലൈമറ്റ് ഇവിടുത്തെ. ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 95 വയസ്സുള്ള ആൾക്കാർ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പൊ പയറ് പോലെ. നമ്മളിപ്പം താഴെ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്യജീവികളുടെ ശല്യം എല്ലാം ഉണ്ട്. സിംഹവും കരടിയൊക്കെ ഒഴിച്ചു ബാക്കി ആനയുണ്ട്, കടുവയുണ്ട്, ഇവിടെ പുലിയുണ്ട്, പന്നിയുണ്ട്, കേക, മ്ലാവ്, പോത്ത്, എല്ലാ സാധനവും ഉണ്ട്. ദിവസം വന്ന ആനയുടെ ആനപ്പിണ്ടോ കിടപ്പുണ്ട്. അത് ഒരു കുട്ടിയാനെ ഒരു തള്ളേനോട് വന്നത്. ഇതിപ്പോ നമ്മൾ ഇത് നമ്മുടെ പറമ്പിന് ചുറ്റും ഫുള്ള് ഇങ്ങനെ ഫെൻസിങ് ചെയ്തേക്കും. എത്രയൊക്കെ ഉണ്ട് നമുക്ക്? 14 ഏക്കർ നമ്മൾ ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ? ഫുള്ള് ഫെൻസിങ്. 3 കമ്പിയക്കാരനുണ്ട്. അത് 3 ഫെൻസിങ്. അപ്പൊ ഒരു തോട്ടത്തിന് 3 ഫെൻസിങ് ഉണ്ട്. 3. പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടേക്കുന്ന മുള്ളമ്പന്നിയും മറ്റുള്ള ചെറിയ ജീവികൾ കയറാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതുപോലെ ഒരു സംരക്ഷണത്തിനാണ് നമ്മൾ ഈ സ്ഥലം. മനുഷ്യനായിട്ട് അടിച്ചാൽ മരിക്കത്തില്ല. ഇതിന്റെ രീതി എങ്ങനെയാ വെച്ചാൽ നമ്മള് 4 സെക്കൻഡ് കറണ്ട് ഇല്ല. ആ സൗണ്ട് ഉള്ള സമയത്ത് 1 സെക്കൻഡ് കറണ്ട് ഉണ്ട്. 1 സെക്കൻഡ് കറണ്ട് വെച്ചാൽ നല്ല കറണ്ടാ. പാമ്പ് മാത്രം കണ്ടു വന്നേക്കുന്നത് കയറി ചുറ്റും. ഒന്നടിക്കുമ്പോ പിന്നെ ചുറ്റും. അവിടെ 3-4ാമത്തെ അടിക്ക് പാമ്പിയാവും. ഈ കാണുന്ന ലൈറ്റുകളെല്ലാം ഇരുട്ടാകുമ്പോൾ തന്നെ കത്തുമല്ലോ. ലൈറ്റും വെട്ടവും മനുഷ്യന്റെ മണം ഉണ്ടെങ്കിൽ മൃഗങ്ങൾ അങ്ങനെ വലിയായിട്ട് അടുക്കുക. എൻ്റെ പേര് ബൈജു പി ജോൺ. വീട് എരുമേലിലാണ്. വീട്ടുപേര് ഈശ്വരടുത്ത്. ഞാൻ അവിടെ കേബിൾ ടി നടത്തി വരികയാണ് ഒരു 30 വർഷമായിട്ട്. 5 വർഷം മുമ്പ് ഇവിടെ ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഒരു 5-8 ഏക്കറോട് ഇവിടെ വാങ്ങിച്ച് ഞങ്ങൾ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് രമേശ് മുഖാന്തരമാണ് ഈ ഒരു ഇച്ചിരി ഊർജിതമായിട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം ഉണ്ടായത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിത് എത്ര നാളായിരുന്നു ഇവിടെ ഡ്രാഗൺ ഇത് വെച്ചിട്ട്? ഇപ്പൊ ഇത് 3-ാം വർഷം. ഇത് ഈ ചെയ്ത പ്ലാന്റ് 3-ാം കൊല്ലത്തെ ചെയ്തത്. ഇത് നമ്മൾ എത്ര ഏക്കറല്ലേ ചെയ്തേക്കുന്നത്? ഇതൊരു 30 സെന്റ്. ഞങ്ങൾ ആദ്യം ഇത് മൊത്തം പാറയായിരുന്നു. നമ്മള് പിന്നെ ജാഗ്യാമറിന് പൊട്ടിച്ച് ആ കല്ല് വെച്ച് കല്ല് കെട്ടി മണ്ണിട്ട് നിരത്തി ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്ത ആദ്യം. ഇപ്പൊ ഇത് 3-ാം വർഷമാണ്. ഇത് സക്സസ് ആയെന്ന് കണ്ടപ്പോൾ ഞങ്ങള് മേളിലൊരു 4 ഏക്കർ കഴിഞ്ഞ വർഷം ചെയ്തു. ഈ സ്ഥലം നെല്ലിമല, തിലാപ്പള്ളി, അതായത് മുക്കൂട്ടറയിൽ നിന്ന് വരുമ്പോൾ ശബരിമല റൂട്ടാണ്. ഞങ്ങളുടെ ഈ വസ്തുവിന് മുന്നിൽ കൂടെ മൺറോഡുണ്ട്. മൺറോഡ് ഒരു 2.25 കിലോമീറ്റർ മുന്നോട്ട് വനത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് പത്തനംതിട്ട ശബരിമല മെയിൻ റോഡിലേക്കാണ് ചെന്ന് കയറുന്നത്. ഞങ്ങളുടെ വസ്തുവിന്റെ ഫ്രണ്ടും ഒരു സൈഡും വനമാണ്. ഇത് നമ്മൾ ഏത് ഇനം ഇതിപ്പോ വെച്ചേക്കുന്നത്? ഇത് മലേഷ്യൻ റെഡ്. മലേഷ്യൻ റെഡാ വെച്ചേക്കുന്നത്. അതന്നെ ആ ഒരു ഇനം നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് വെച്ച കാരണം അതാണ് ഏറ്റവും കൂടുതൽ മധുരവും കളറും ഇവിടെ കണ്ടേക്കുന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള കായ മലേഷ്യൻ റെഡ് തന്നെയാണ്. അതുകൊണ്ട് അതെടുത്ത് ഞങ്ങൾ. ഇതിപ്പോ നമുക്ക് എല്ലാം കൂടെ എത്ര ഏക്കർ സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ? ഇത് 14 ഏക്കർ. അതിന്റെ തെന്നാക്ക നമ്മളിപ്പം നിലവ് ചെയ്തേക്കുന്നത്. റബ്ബറുണ്ട് ഒരു 1500 മൂട്. ഏലം ഇപ്പം പുതിയതായിട്ട് താഴെ ഒരു 1000 മൂട് വെച്ചിട്ടുണ്ട്. പിന്നെ റംബുട്ടാൻ ഒരു 120 മൂടുണ്ട്. ഡ്രാഗൺ ഒരു 1100 മൂടുണ്ട്. ശരി. എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കേരളത്തിൽ അത്യാവശ്യം ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സും നമ്മൾ വെച്ചിട്ടുണ്ട്. സകല ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ആണെങ്കിൽ തന്നെ ഞങ്ങളൊരു 5-8 വെറൈറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കായ്ക്കുന്നുണ്ട്. അതിന്റെ ഗുണം എന്നാന്നുള്ള അറിഞ്ഞിട്ട് വേണം എന്ത് നടണമെന്നുള്ള ആലോചിക്കുന്നത്. ഇതിപ്പം ഈ 3-ാം കൊല്ലം ആയപ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയാണ് നല്ലൊരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇത് ചെടിക്ക് കാലാവസ്ഥയാണെന്നാ പറയുന്നത്. നമുക്ക് ഇതിന്റെ പിന്നെ തണ്ട് തന്നേക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ജോസഫ് സാറാണ് പുള്ളിയുടെ എടുത്തേക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ ഈ കായും കൊണ്ട് അവിടെ ചെല്ലും പുള്ളി പറഞ്ഞു കായയുടെ വലിപ്പം അതിന്റെ മധുരമൊക്കെ
ഇവിടുത്തെ ക്ലൈമറ്റിനെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഹ്യൂമിഡിറ്റിയൊക്കെ പക്കാണെന്നുള്ളത്. കുറച്ചും കൂടെ തണുപ്പ് കൂടുതലുള്ള ഏരിയ, കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് ഈ കായ്ക്ക് നല്ല സൈസും കൂടുതലുണ്ട്, വലിപ്പമുണ്ട്. അത് മാത്രമല്ല ഈത്തലൊക്കെ ആണെങ്കിൽ നിറച്ച് കായും പിടിച്ചിട്ടുണ്ട്. അതിന്റെ നമ്മുടെ കാലാവസ്ഥയിലായിരിക്കും, അത് കാലാവസ്ഥയുടെ ദൈവാനുഗ്രഹം. ഇപ്പൊ മീനെ ഇട്ടിട്ട് ഇപ്പൊ ഒരു 4 മാസം മിച്ചമായി. ഇതിപ്പോ തിലോപ്പിയ അടുത്ത മാസം വേണേ പിടിക്കാം നമുക്ക്. അത്യാവശ്യം ഒരു 250 ഗ്രാം വെള്ളം. ഇതിപ്പം നമ്മൾ അടിച്ചോണ്ടാണ് ഇത്ര താന്ന് കിടക്കുന്നത്. വെള്ളം അടിച്ചോണ്ടല്ലേ, ഇത്ര വലിപ്പമില്ല, നിറഞ്ഞു കയറി വരും. ബോർവെല്ലിൽ നിന്ന് തന്നെ വെള്ളം അടിച്ചുകൊണ്ടിടും, കിണറ്റിൽ നിന്ന് അടിച്ചിടും. പിന്നെ ആ 2 ഘട്ടത്തിന്റെ മണ്ടക്കത്തെ വെള്ളം, മഴ പെയ്യുന്ന വെള്ളം മൊത്തവും പാത്തി വെച്ചാൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും, ഇവിടെ നിറയും. നല്ല മഴക്കാലം ആകുമ്പോൾ നിറയുമ്പോൾ പിന്നെ നമ്മൾ ഓവർഫ്ലോ ഹോസിട്ട് ഇതിലോട്ട് വെള്ളം കളഞ്ഞോണ്ടിരിക്കും. ഇതിപ്പം എത്ര താഴ്ച ഉണ്ട്? ഇതൊരു 12 അടി താഴ്ചയും ഒരു 70 അടി നീളം, 35 അടി വീതി. അതാണ്ട് ഒരു 6-6.5 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കും. നമ്മുടെ ഈ കൃഷിക്കുള്ള ആവശ്യമുള്ള വെള്ളം ഇതിന്റെ അകത്ത് നമുക്ക് തികയത്തില്ല. ബോർവെല്ലിൽ നിന്ന് അടിക്കാം നമ്മള്. കറണ്ട് ഞങ്ങൾ കണക്ഷൻ എടുത്തെങ്കിൽ വോൾട്ടേ ഇല്ല. 2 ജനറേറ്റർ വെച്ചേക്കാം. അപ്പം ഒരു ജനറേറ്റർ കംപ്ലൈന്റ് വന്നാൽ മറ്റേ ജനറേറ്റർ ഓൺ ചെയ്യും. ഡീസൽ ആണെങ്കിലും ഒരു 1000-1500 രൂപ ഡീസലാണ് ഒരു ദിവസം. നല്ല വേനൊക്കെ വെള്ളം അടിക്കണേ. കണ്ടിന്യൂസ് ഓൺ ആക്കി ഇടുക. പകലും രാത്രി എല്ലാം ഓൺ ആക്കി ഇടും. നല്ല വെള്ളം തികയത്തുള്ളൂ. ഇതിപ്പോ എന്തര മീനുണ്ട് ഇതിന്റെ അകത്ത്? ഇതിനകത്ത് 10-300 മീൻ കിടപ്പുണ്ട്. നമ്മളിത് വിളവെടുക്കുന്നത്, വിളവെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ നമുക്കൊക്കെ കഴിക്കാനും വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അതിനേക്കാൾ ഇവർ ഇതിനെ കാണുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഗൗര എന്ന് പറഞ്ഞ ഐറ്റം കിടപ്പുണ്ട്. ഗൗര 10 കിലോ വരെ ആവുന്നു. ഇപ്പൊ ഒരു 1/2 കിലോ 1 കിലോ വരെ ആയിട്ടുണ്ട്. ശരി. വേറെ കിടക്കുന്നത് ഇത് റെഡ് തിലോപ്പിയ. അതേ പുറമേ കാണാൻ പറ്റത്തുള്ളൂ. മറ്റേ 2 സൈസ് മീൻ അടി കൂടെ നടക്കുന്നു. തീറ്റി ഇടുമ്പോൾ മാത്രം മുകളിലോട്ട് പൊങ്ങി വരും. മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഇവിടെ വന്നാൽ ഏറ്റവും വലിയ. ആര് വന്നാലും അവര് പറയുന്നത് അത് ഇവിടെ ക്ലൈമറ്റും ക്ലൈമറ്റ് ഉണ്ട്. 2 വശം വനമാണ്. വനത്തിന്റെ തണുപ്പും ആ നല്ല ഓക്സിജനും ഉള്ളത് ഒരു വലിയൊരു അനുഗ്രഹം. അതായത് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാം. കറക്റ്റ് കാര്യം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യമില്ല മറക്കും. പിന്നെ താഴോട്ടിറങ്ങുമ്പോൾ ആ കാര്യം ഉറക്കത്തുള്ളൂ. ഫുഡെല്ലാം ഇവിടെ ഉണ്ടാക്കുക. ഓപ്പൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ട്. രാവിലെ ആണേലും ഇവര് തന്നെയാണ് ഇവര് ചോറേ വെക്കത്തുള്ളൂ. ഞാനുണ്ടെങ്കിൽ കപ്പയും ചേമ്പലവിടെ പുഴുങ്ങി മീൻ എന്തെങ്കിലും കറി വെക്കും, ഇറച്ചി മേടിച്ച് കറി വെക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും കാന്താരി ഉണ്ട്, ചുവന്നുള്ളിയും കാന്താരിയൊക്കെ പൊട്ടിച്ച് അതൊരു പ്രത്യേക സന്തോഷം. ഉച്ചക്കത്തെ ഊണ്, 4 മണിക്കത്തെ കാപ്പി, വൈകിട്ടത്തെ ആഹാരം. ഇത് മറ്റേ നമ്മുടെ വല ഇറക്കാനുള്ള സാധനമാണ് അവിടെ നമ്മൾ ഭിത്തി വെച്ചേക്കുന്നത്. ഓവണിയാണത്. ഇത് ഏണിയാ. ഇറങ്ങണ കയറയച്ച് കഴിഞ്ഞാൽ ഏണി താഴത്ത് നിന്ന് ആകെ മുട്ടത്തില്ല, ഒരു 1.5 അടി പൊക്കത്ത് നിൽക്കും. എന്നിട്ട് അതിൽ കൂടെ ഇറങ്ങാം. ഇതിനകത്ത് നല്ല തെന്നലല്ലേ. എന്തൊരു ആവശ്യം മോട്ടർ 2-3 മോട്ടർ ഇതിനകത്ത് കിടക്കുന്നു. അപ്പം എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് ഇറങ്ങണമല്ലോ, അതിനുവേണ്ടി ഏണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇതിപ്പം ഇതിന് അടിവളമായിട്ട് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത് ഇതിപ്പം പ്രത്യേകിച്ച് വളം ഞങ്ങള് ചാണകപ്പൊടി ഇടും, പിന്നെ കോഴിക്കാഷ്ടം ഇടും, പിന്നെ തുരിശടിക്കും. ഇത്രയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ ഇംഗ്ലീഷ് വളം ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ ഈ വനത്തിന്റെ സൈഡൊക്കെ ഏരിയ ആയതുകൊണ്ട് മണ്ണിന് നല്ല വളക്കൂറ. എന്ത് നട്ടാലും പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമില്ല. ശരിക്കും അത്ര എഫക്റ്റാ സംഭവം. നല്ല വളമാണ്, നല്ല മണ്ണ. ഇതിപ്പം ശരാശരി നമുക്ക് ഇതിപ്പം ഒരു ചെടിയെ നമുക്ക് എന്തുമാത്രം എത്ര കിലോ നമുക്ക് കിട്ടും ചേട്ടാ? അങ്ങനെയുള്ള നോക്കിയിട്ടുണ്ട്? അങ്ങനെ പ്രത്യേക കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 100 മരം ചെടിയെന്ന് ഒരു 3000 കിലോ കാ കിട്ടി കാണും. എല്ലാ ചെടിയിലും ഒരേപോലെ കാ കിട്ടണമെന്നില്ല. സൈഡിലൊക്കെ നിൽക്കുന്ന വെയിലടിക്കാത്ത കായും ഭർത്തലൊക്കെ വളരെ കാ കുറവായിരിക്കും. ആൾക്കാർ കൂടുതൽ കയറി ഇറങ്ങി നടക്കുകയും നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്താണ് നിറച്ച് കാ പിടിക്കും. കായുടെ എണ്ണം കൂടിയ കായുടെ വലിപ്പം കുറയും. അത് ഏറ്റവും വലിയ പ്രശ്നം. എണ്ണം കൂടിയ വലിപ്പം കുറയും. ഇതിപ്പം ഇത്ര നമുക്കൊരു 10-30 കിലോ അടുത്ത് കിട്ടുമോ ഏതാ ഈ ചെടിയെന്നാ? അത് സ്റ്റാർട്ടിങ് പോലെ അവസാനം വരെ ആണെങ്കിലും അത് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ ഇന്നത്തെ പറിക്ക് ഒരു പെട്ടി കാ ഒരു 15 കിലോ കാണുമായിരിക്കും. 15 കിലോ 10 കിലോ കായൊക്കെ ആവറേജ് ഒരു ചെടിയിൽ നിന്ന് കിട്ടും. ഇതിപ്പം 5-ാം മാസം മുതൽ ഡിസംബർ വരെ ഇങ്ങനെ കായ്ക്കുക. അപ്പൊ 1-ാം തീയതി പോയി കഴിഞ്ഞാൽ 28-29 തീയതി 30 ദിവസം അങ്ങനെ ഓരോ സെക്ഷൻ അടിക്കും. ഇപ്പൊ മിനിയാന്നൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മാസം കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ പറിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു 5 ദിവസം 8 ദിവസം ഇടവിട്ട് ഇങ്ങനെ പൂരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിപ്പോ നമുക്ക് വെള്ളം നനയുടെ ആവശ്യമില്ല. വെള്ളം നനയുടെ പരിപാടി ഇല്ല. പിന്നെ വളം നമ്മൾ മരുന്നൊക്കെ അടിക്കുന്നത്, മരുന്ന് മീൻസ് ഈ തുരിശ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സാപങ്ങളായിട്ട്. അപ്പൊ ഈ പൈപ്പ് നമ്മൾ ഈ പറമ്പിന്റെ എല്ലാ സ്ഥലങ്ങളിലും 50 മീറ്ററിന് ലൈൻ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിന്റെ മേളിൽ വീടിന്റെ അവിടെ മരുന്ന് കലക്കും. മരുന്ന് മീൻസ് ഈ തുരിശും
ഉമ്മയുടെ കലക്കിയിട്ട് അവിടെ നിന്ന് ഇത് മോട്ടർ ഓൺ ചെയ്ത് വിടും. നമുക്ക് എവിടെ ആവശ്യമുള്ള വെച്ചാൽ അവിടെ ചെന്ന് വാൽവ് കണക്ട് ചെയ്യുക, സ്പ്രേ ചെയ്യുക. തോളയിട്ടുള്ള പണിയാർക്ക് പിന്നെ ഒത്തിരി ഓസ് വലിച്ചു നടക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ കലക്കുന്നത് നമ്മളിതിവിടെ എല്ലായിടത്തും ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഉണ്ട്. സാഫ് നമ്മളിത് എത്ര പ്രാവശ്യം സാഫ് നമ്മൾ അടിക്കുന്നത്? അത് കാലാവസ്ഥ നോക്കിയിട്ടും ചെടിയുടെ ആ അവസ്ഥ അനുസരിച്ച് ചെയ്യുക. മഴയൊക്കെയാണ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്റെ ഒരു ഇത്. അപ്പൊ സാഫ് അടിക്കുന്ന സമയം എപ്പോഴാണ്? മിക്കവാറും കായുടെ ഇത് കാപ്പറിക്കുകയും പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ആദ്യം ചെയ്യുന്നു. അതാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആവശ്യം വന്ന ഇടയ്ക്കൊന്ന് മൊത്തത്തിൽ എല്ലാ കൃഷിക്കും സാഫ് നല്ലതാണ്. സാഫ് അടിക്കാൻ എന്തിനാണ്? അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അതാ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒത്തിരി പേർക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുന്ന പ്രശ്നമുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് വന്നാൽ നമുക്ക് ഈ പ്രസ്ഥാനം കൂട്ടിക്കെട്ടിയാൽ മതി. 20 ഏക്കറൊക്കെ പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ചങ്കിടിക്കും. കഷ്ടപ്പാടും അതുപോലെ പുറകോട്ട് അതിന്റെ പ്ലാന്റിങ്ങിന് ആക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പൈസ ചെലവ്. നമ്മുടെ ഇവിടുത്തെ ഈ ഡ്രാഗന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിപ്പോ എത്ര കിലോ നമുക്ക്? ഒരു 1/2 കിലോയ്ക്ക് മേലുണ്ട്. 1/2 കിലോയ്ക്ക് മേളിൽ വരുന്നുണ്ട്. നല്ല സൈസ്, ഭയങ്കര സൈസ് ഉണ്ട്. വെയിറ്റും ഉണ്ട്. കഴിക്കും നല്ല മധുരവും. ഒരു കായ ഞാൻ അവിടെ ചെന്ന് മുറിച്ച് കാണിക്കാം. ഭയങ്കര മധുരം, സൂപ്പർ ടേസ്റ്റ്. നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയുടെ ഷേപ്പുള്ള ഓവൽ ഷേപ്പുള്ള കായുണ്ട്. അത് മലേഷ്യയിൽ നിന്ന് വരുന്നതാണ്. അത് മലേഷ്യയിൽ നിന്ന് വളരെ വില കുറച്ച് വലിയ കണ്ടെയ്നർ വന്നിട്ട് ഫ്രീസറിൽ വെക്കുന്ന. അതാണ് ഇവിടെ ഈ സാധനം ആൾക്കാർ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായി സംഭവം. ഇത് കാണുന്നത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നത്. ഇഷ്ടമല്ല ആർക്കും. നമ്മളെ കാവറിനെ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, അവർ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ്. നല്ല മധുരവും നല്ല ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം. അന്യായ ടേസ്റ്റ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അന്യായ രുചിയ സംഭവം. ഇവിടുത്തെ ഈ മലേഷ്യയിൽ നിന്ന് വരുന്ന സാധനം കഴിച്ചവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഒരെണ്ണം മാത്രമല്ല, മിക്ക എല്ലാ കാകൾക്കും വലിപ്പം കൂടും. ഇന്നിപ്പോ കാ പറിച്ചു, ഈ ഏരിയ മൊത്തം പറിച്ചു. എത്ര ദിവസം കൂടെ നമ്മളിത് പറിക്കുന്നത്? പറിക്കുന്ന പൂ വിരിഞ്ഞ് 28-29 ദിവസം പറിക്കും. അപ്പം എന്നൊക്കെ പൂ വിരിയുന്നു അന്നേക്ക് 28 പൊക്കം കാ പറിക്കും. ഇന്ന് പറിച്ചു, നാളെ പറിക്കാനുണ്ട്. നിൽക്കുന്ന പച്ച എല്ലാം നാളെ പറിക്കാനുള്ളൂ. ഇത് നമ്മളിതിപ്പം എത്രയടി പോസ്റ്റായി ഇട്ടേക്കുന്നത്? ഇത് 7 അടി. 7 അടി. അത് 5.25 അടി മുതൽ 7 അടി വരെ 4 സൈസ് പോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാറയാണെങ്കിൽ പാറ നമ്മൾ ജാക്കിയാമനെ തുറന്നിട്ട് അവിടോട്ട് ഈ പോസ്റ്റ് കൊണ്ട് നാട്ടിയിട്ട് ആ ജാക്കിയാമറ തുറക്കുന്ന 2 അപ്പുറം 2 ഒരു 8-9 ഇഞ്ച് ആയിരത്തി 2 പിന്നെ പൈപ്പ് കമ്പി 16 mm കമ്പി അല്ല 12 നല്ല കമ്പി ഇറക്കി കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് നിറച്ചിട്ട് പിന്നെ നടുക്ക് തൂണ് വെച്ചിട്ട് റൗണ്ടിൽ കമ്പി വെച്ച് വെൽഡ് ചെയ്യും. ഇതിന്റെ റൗണ്ടിൽ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പാറയുള്ളിടത്തെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത്. പാറ വെച്ചേക്കുന്ന തൈക്ക് നല്ല കായ, നിറച്ച് കായ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മണ്ണില്ലല്ലോ അവിടെ? മണ്ണ് വേണ്ട. പിന്നെ കൊട്ടയ്ക്കത്തും 2-3 കൊട്ട മണ്ണ് സൈഡിൽ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ആ മണ്ണിന്റെ ആവശ്യമുള്ളൂ. ഈ ഡ്രാഗൺ അത്ര മണ്ണ് മതി? മണ്ണ് കുറച്ച് മതി. വെള്ളം കെട്ടി നിൽക്കില്ല. വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പൊ ഈ പാറയുള്ള കായ്ക്ക് എങ്ങനെയുണ്ട്? വലിപ്പം എങ്ങനെയുണ്ട്? നല്ല മുഴുത്ത കായോ നല്ല നന്നായിട്ട് കാവി. നമ്മുടെ ആ താഴെ കണ്ട മൊത്തം ഇതാ പാറപ്പുറം മൊത്തം ഫുള്ള് പാറയാ. പാറ നമ്മൾ ഈ ആക്കാമനെ പൊട്ടിച്ചിട്ട് ആ കല്ല് തന്നെ അവിടെ അടുക്കി പുറത്തുനിന്ന് മണ്ണെടുത്തിട്ട് ആണ് അത് നട്ടേക്കുന്നത്. പാറയുള്ളിടത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു മരുഭൂമി വളർന്ന കള്ളുമുളിച്ചെടിയാണല്ലോ ഈ സാധനം ഓൾറെഡി. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇതെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളക്കെട്ടോടത്ത് പിടിക്കത്തുമില്ല. ഈ മണ്ണിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ 100% ഉണ്ട്. അതിനപ്പോ 2-3 കൊട്ട മണ്ണിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വേരോടി മതി. ചുമ്മാ പാറ വെച്ചാൽ സാധനം കിളുക്കും. ഇതിപ്പോ ഞങ്ങൾ പറിച്ചു കളഞ്ഞ സാധനം ഇതുകൊണ്ട് കിളുത്തോണ്ടിരിക്കും. പിന്നെ അതുപോലെ വേരുപിടുത്തമുള്ളൊരു സാധനം. ഇത് അത്തിപ്പഴം കണ്ടില്ലേ പൊട്ടിയിരിക്കുന്നു, കളഞ്ഞിട്ട് പഴുത്ത് പൊട്ടിയത്. ശരി. ഞാൻ വരുമ്പോഴെല്ലാം പറിച്ച് കഴിക്കുമായിരുന്നു. മൊത്തം തീർന്ന 1 ഏക്കർ നമുക്കൊരു സ്ഥലം ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം എന്തും മുതൽ മുടക്ക് വരുന്നുണ്ട്? അത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഇപ്പം പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വൃത്തിക്ക് കല്ലൊക്കെ പൊട്ടിച്ച് കയ്യാലൊക്കെ കെട്ടി നല്ല അളവിലൊക്കെ വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ പൈസ നമുക്ക് കൂടുതൽ വരും. ചുമ്മാ കാലമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പൈസ നമുക്ക് കുറവായിരിക്കും. അത് ഓരോരുത്തരുടെ ഐഡിയ പരമായിട്ട്. എന്നാലും ശരാശരി എന്ത് മുടക്കം വരും? 5-6 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞാവും. എന്ന് വെച്ചാൽ 6 നിൽക്കത്തില്ല. ഞങ്ങളിത് ഇതിന്റെ കാല് ഞങ്ങള് സ്വന്തമായിട്ട് മിക്സർ മെഷീൻ ഞങ്ങൾ മേടിച്ച് കോയമ്പത്തൂർ മേടിച്ചോണ്ട് വന്ന് അതിനകത്ത് തന്നെ കോൺക്രീറ്റ് കൂട്ടി പിന്നെ ഇവിടെ തന്നെ എല്ലാം കാല് വാർക്കായിരുന്നു. നേരെ നിർത്തി വറുത്ത് അങ്ങനെ ചെയ്ത്
അപ്പൊ നമുക്ക് എന്ത് കോസ്റ്റ് വന്നത്? ഇപ്പം നമുക്ക് എന്ത് ഒരു 3-5 രൂപയോളം ചിലവ് വരുന്നുണ്ട് ഏകദേശം. നട്ട് വരുമ്പോൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടി വരും. ഇത് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്ത പോസ്റ്റ് ഇട്ട് ചെടി വെച്ച് വന്നപ്പോഴത്തേനും ഒരു തൂണിന് നമുക്കൊരു 5000 രൂപ ചിലവ് വരുന്നുണ്ട് ഏകദേശം. അത് ആ ഫസ്റ്റ് മുടക്ക് നല്ല മുടക്ക് തന്നെയാണ്. പിന്നെ മാറ്റി ഇരിക്കുക ഇതെല്ലാം അഡീഷണൽ ചിലവ്. അത് ഓരോരുത്തരുടെ ചെയ്യുന്നവരുടെ താല്പര്യം പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ചാന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മാക്സിമം വൃത്തിക്ക് ചെയ്യും. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ പണിയാർക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കും. നമുക്ക് നമ്മുടെ കൃഷിസ്ഥലം നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇതിപ്പം ഈ ദിവസം മാറ്റി പൊക്കിയതാ വളമിടാൻ വേണ്ടി. ഇനി മാറ്റം വീണ്ടും കവർ ചെയ്യും ഫുള്ള്. ഇടയ്ക്ക് ശകലം ക്യാപ്പേ കാണത്തുള്ളൂ. അപ്പൊ കാട് കയറത്തില്ല. അപ്പൊ ഈ വീട് മാറ്റി ഇട്ടേക്കുന്നതിന്റെ നമുക്ക് ഈ കളകയറ്റം കുറയ്ക്കാൻ വേണ്ടി തന്നെ കളകയറ്റം കുറയ്ക്കുക. പിന്നെ അതുപോലെ വെള്ളമൊലി പുത്തി കുറയും. ഉള്ള വളം അവിടെ കിടക്കും. നമുക്ക് അതിന്റെ വലിയ ഗുണം ഞങ്ങള് ഈ പറമ്പിൽ ഏകദേശം ഒരു 5-6 ഏക്കറോളം ഇത് വീട് മാറ്റിയിട്ടുണ്ട്. 5-6 ഏക്കർ ഇട്ടു. ഈ വീട് മാറ്റി ഞങ്ങള് രാജപാളയത്തിൽ ഫാക്ടറി ഉണ്ട്. അവിടെ പോയി ഡയറക്റ്റ് ഞങ്ങൾ എടുത്തോണ്ട് വന്നു. ഇതിന്റെ ഗുണം നമുക്ക് വലിയ അനുഗ്രഹം എന്നുവെച്ചാൽ ഇതിന് ഇടകൃഷിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം സാമ്പിളായിട്ട് ഞങ്ങൾ തണ്ണിമത്തം ചെയ്തായിരുന്നു. ഒരു കുറച്ചൊരു 25 ഗ്രാം ഞങ്ങള് പിന്നെ രാജസ്ഥാനിൽ നിന്ന് ഓൺലൈനിൽ വരുത്തി അത് നട്ടു. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിന്റെ ഗ്രോത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് അനുഭവിച്ചു. നല്ല നല്ല ഒരു 8 കിലോളം കാവരി ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ നമ്മൾ എത്ര സെന്റിൽ ആദ്യം ചെയ്ത് നോക്കിയത്? അവിടെ ചുമ്മാ ഒരു 5 സെന്റില്ല 2 കണ്ടം മാത്രം ചെയ്തു. അത് ഞങ്ങൾ നട്ട് പറിച്ചപ്പം ഞാനൊരു 100 കിലോ കായ പ്രതീക്ഷിച്ചത്. ഒരു 1000 കിലോ കായ എടുത്ത് കിട്ടി ഞങ്ങൾക്ക്. ഭയങ്കര അനുഗ്രഹമായിരുന്നു. നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉള്ള കായും നല്ല വലിപ്പമുള്ള കായും. ഈ കൊല്ലം ഞങ്ങൾ ഇത് ഇടകൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കാം മൊത്തം. ഇവിടെ സക്സസ് നല്ല കായ. ഇവിടെ ആൾക്കാർക്കും വളരെ താല്പര്യമല്ലോ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ ചെയ്യാൻ ഒത്തിരി പേര് ഇത് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് ഈ പ്രധാന പ്രശ്നം നമ്മൾ ഈ നല്ലൊരു ഇനം നോക്കി എടുക്കണമെങ്കിൽ ചേട്ടൻ ഏത് ഇനം? മലേഷ്യൻ റെഡ്, അതിന് മുകളിലോട്ട് വേറെ റെഡ്, അതാണ് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ. അതന്നെ. പക്ഷെ ഇതിന്റെ വിലയാണ് ഒരു വിഷയം. എല്ലായിടത്തും ഒരേ സമയത്താണ് പൂക്കുന്നത്, കാ പറിക്കുന്നത് ഒരേ സമയത്ത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 160 ഞങ്ങൾ കൊടുത്തു. എത്രയായിരുന്നു? 160 രൂപ. 1 കിലോയ്ക്ക് 160 രൂപ കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച 120 ആയി. ഇന്നലെ അന്വേഷിച്ചപ്പം 70 രൂപയ്ക്ക് പോലും വേണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വരുന്ന ഒരു മനസ്സും ഭയങ്കര ഇതാവും, വിഷമാവും. നമുക്കിത് ശരാശരി 1 കിലോ നമുക്ക് എത്ര രൂപ കിട്ടിയാൽ നമുക്കൊന്ന് മുതലായി പോവാന്ന് പറയുന്നത്? 100 രൂപ റേഞ്ച് താഴാതെ കിട്ടിയാൽ അത്യാവശ്യം പിടിച്ചേക്കാം. 100 രൂപയെങ്കിലും വേണം, എന്നാലും ഒന്ന് പിടിച്ചേക്കാൻ. കടക്കാര് ഈ 100 എടുത്താലും 160 എടുത്താലും 70 എടുത്താലും അവര് ഒരു 240 റേഞ്ചിലാണ് അന്നും വിൽക്കുന്ന ഇന്നും വിൽക്കുന്ന. അങ്ങനെ തന്നെ ഞങ്ങൾ കണ്ടുവരുന്നത്. നമുക്ക് കർഷകർക്ക് കിട്ടുമ്പോഴത്തേനും അത് അവിടെ കുറയും. എത്ര നാളായി ഇപ്പൊ ഈ ഫീൽഡിലേക്ക് ഇവിടെ വന്നിട്ട്? കൃഷിയിലേക്ക് വന്നിട്ട് ഒരു 5-10 വർഷമായി. ഇത്രയും കാര്യമായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 വർഷമാണ്. എന്റെ സുഹൃത്തുണ്ട്, പുള്ളിയുടെ ഒരു പ്രചോദനം താല്പര്യം മൂലമാണ് ഞാൻ ഇതിലേക്ക് ഇത്ര ഇറങ്ങാൻ കാര്യം. പുള്ളിയുടെ വീട് കൊട്ടാരക്കരയാണ്, രമേശ് എന്ന പേര്. പുള്ളി ഇന്ന് ഉച്ചയാകുമ്പോൾ വരും. പുള്ളി കുടുംബമായിട്ട് എല്ലാ മാസവും ഒരു പ്രാവശ്യം വരും. പുള്ളിക്ക് വലിയ സന്തോഷമാണ്. അപ്പം ആ പുള്ളിയുടെ ആ ഒരു ഉത്സാഹം കൊണ്ടാണ് ഞാൻ ഇത്രയും. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ അല്ലാതെ ആങ്ങോയിലൊരു 10-14 ഏക്കറുണ്ട്. അവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നതിന്റെ വരുമാനം കൂടെ ഞാൻ ചോദിക്കുന്നത്. വരുമാനം ഒന്നും പറയാറായിട്ടില്ല. ദൈവം തരുമോ എന്നുള്ള വിശ്വാസം ഇറങ്ങുന്നു. നടക്കും കാര്യം, നമുക്കറിയാം. ഉണ്ടാവും, നന്മ ഉണ്ടാവും. നമ്മളിവിടെ ഏലം ചെയ്തിട്ടുണ്ടോ? ഏലം ഇത് ഞങ്ങൾ പരീക്ഷണാർത്ഥം ചെയ്തേക്കുന്നതാണ്. 2 വർഷം മിച്ചമായി ഇത് ചെയ്തിട്ട്. കാ ഉണ്ട്, പക്ഷെ നമുക്ക് കട്ടപ്പന ആ കിഴക്കൻ മേഖലയിലെ ആ കായുടേതായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് കൂടെ കിട്ടത്തില്ല. ഒരു 30% പ്രതീക്ഷിക്കാം. അതേ ഉള്ളൂ. എന്നാലും കാലാവസ്ഥ ഏറെക്കുറെയൊക്കെ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ ചേട്ടൻ ഇപ്പൊ പലതരത്തിലുള്ള ബിസിനസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ കൃഷി ഈ ഫീൽഡ് ഇവിടെ ഈ തോട്ടത്തിൽ വരുമ്പോൾ ചേട്ടൻ ഒരു എങ്ങനെ അതിന്റെ ഒരു അതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിലവിൽ ഓൾറെഡി കേബിൾ ടി വി പ്രസ്ഥാനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 31 വർഷമായി. അതിനിടയ്ക്ക് ഒരു 18 വർഷം എരുമേലി ടൗണിൽ ഒരു 3 ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് ഹോട്ടൽ പരിപാടി നിർത്തിയപ്പോൾ 9 വർഷമായി. ഇപ്പം മാഹിയിൽ ഒരു തടിമില്ല് ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ കൂടി ഒരു മില്ല് എടുത്തിട്ടുണ്ട്. ആ മില്ല് കൊടുക്കുന്നുണ്ട്. എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും എന്ത് പൈസ ഉണ്ടെങ്കിലും മാനസികമായിട്ടൊരു സന്തോഷം അനുഭവിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ വരുമ്പോൾ ഞങ്ങളിവിടെ പണിയാറിൽ ഒന്ന് ചാരം വെക്കുന്നു. പണിയാർക്കെല്ലാം രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടുള്ള ഫുഡുണ്ട്. കിടക്കേണ്ടവർക്ക് കിടക്കാം. താമസിക്കാൻ ഒരു 10-11 കട്ടിൽ പണിയിട്ടുണ്ട്. നല്ല പണിയാർക്ക് നല്ല സന്തോഷമാണ്. വെച്ചാൽ നല്ല ഫുഡും നല്ല അധ്വാനം. എല്ലുമുറിയെ തിന്നുക, എല്ലുമുറിയെ ഭയങ്കര സന്തോഷമുള്ള ഇതാണ്. വെച്ചാൽ ഇവിടുത്തെ ഈ വായു ശ്വസിക്കുകയും ഇവിടുത്തെ വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി. കുറഞ്ഞത് എന്റെ വിശ്വാസം ഒരു 10 വർഷം കൂടെ ആയുസ് കൂടും. അത്ര നല്ലൊരു ക്ലൈമറ്റ് ഇവിടുത്തെ. ഇവിടെ കിടന്ന് ഞാൻ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം വന്ന് തങ്ങും രാത്രി.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കുള്ള എനർജി എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. മറ്റുള്ള അത് പറഞ്ഞറിയിക്കണേൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 95 വയസ്സുള്ള ആൾക്കാർ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇപ്പൊ പയറ് പോലെ. നമ്മുടെ ടൗണിലൊന്നും ആരും കാണാൻ പോലും ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ. ഇവിടുത്തെ കാലാവസ്ഥയും ഈ ഇവിടുത്തെ വായു അതെ 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 അതിന്റെ ഒരു ഗുണമുണ്ട്. കപ്പയും ചക്കയും തേങ്ങയും മാങ്ങയും എല്ലാം ഇതിനകത്തുണ്ട്. സകല കൃഷിയുണ്ട് ഈ പറഞ്ഞത്. ഞങ്ങൾക്ക് പച്ചക്കറി കൃഷിയാണെങ്കിലും മത്തങ്ങയാണെങ്കിലും കുപ്പളങ്ങയാണെങ്കിലും എല്ലാം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം താഴെ നമ്മൾ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്യജീവികളുടെ ശല്യം എല്ലാം ഉണ്ട്. ഇവിടെ സിംഹവും പിന്നെ കരടിയൊക്കെ ഒഴിച്ചു ബാക്കി ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, പന്നിയുണ്ട്, മ്ലാവ്, പോത്ത്, എല്ലാ സാധനമുണ്ട്. പിന്നെ ദൈവം നടത്തുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഓടിപ്പോകുന്നത്. നമ്മുടെ കഴിവൊന്നുമല്ല. വെച്ചാൽ വേറെ നല്ല പറയാനുള്ള കാര്യം ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് ഒക്കെ ഓഫായി പോകാൻ വേണ്ടി നിമിഷം മതി, ഒരു കാറ്റടിച്ചാൽ മതി, മൊത്തം തീരും. പിന്നെ ദൈവത്തിനെ ആശ്രയിച്ച് ഇങ്ങനെ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അതിന്റെ പ്രതിഫലം ദൈവം തരും. അവരുടെ വിശ്വാസവും പ്രാർത്ഥനയോടെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്റെ ജോലിക്കാരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഏകദേശം ഒരു വീഡിയോ വലിക്കുന്നവരോ ഒരു കള്ളു കുടിക്കുന്നവരോ ഒറ്റ മനുഷ്യൻ നമുക്ക് വൃത്തിയില്ല. അവര് അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്നാൽ അവൻ നന്നാകും. അങ്ങനെയാണ് ഇവിടെ കണ്ടുവന്നത്. അവർക്ക് സന്തോഷം. എല്ലാ ആഴ്ച ശനിയാഴ്ച ദിവസം എല്ലാവരുടെ ശമ്പളം തീർത്തു കൊടുത്തേക്കും. അങ്ങനെ പോകുന്നു. താഴെ ഏലം വെച്ചേക്കുന്നത് ഒരു 3 ഏക്കറോ 2 ഏക്കർ വെച്ചുണ്ട്. 2 ഏക്കർ ഏലം നട്ടേക്കുന്നത്. ഏലവും അതിന്റെ ഇതിന്റെ തണുപ്പിനുള്ള കരുണച്ചെടിയും ചോരക്കാലിയും അത് നട്ടിങ്ങനെ ചെയ്തേക്കും. ഇപ്പം ഇതൊരു 1.5 ഏക്കർ 2 ഏക്കറോളം ചേന നട്ടേക്കുക. ചേന എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം അതിനിടയ്ക്ക് മൊത്തം 9 അടിക്കാനുള്ള കാല് കുത്തിയിട്ടുണ്ട്. കൊടി ചെയ്യാൻ വേണ്ടി, കുരുമുളക് ചെയ്യാൻ വേണ്ടിയാണ്. കുരുമുളകും ഇടകൃഷി ഇപ്പൊ 2 വർഷം നമുക്ക് ചേന നടാം. ഇപ്പൊ ചേന പറിക്കുമ്പോൾ തണ്ണിമത്തനുണ്ട് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ മനസ്സിലെ പ്ലാനിങ്. അവിടെയും ഇവിടെ എല്ലാം മൊത്തം തണ്ണിമത്തൻ ചെയ്യാനുള്ള പരിപാടി. തണ്ണിമത്തൻ ചെയ്യുന്നത് എളുപ്പമൊക്കെയാ, പക്ഷെ എന്നാലും കാ പറിച്ച് കയറുന്നതൊക്കെ ഭയങ്കര പണി തന്നെയാണ്, നല്ല പണിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞ ഒരു അസാമാന്യ ഒരു പ്രകൃതി. ആ കാണുന്ന വെച്ചാൽ പമ്പയാറ. പമ്പയുടെ ഉത്ഭവം അവിടെ നിന്ന് മേളിതാ. ആ ഭാഗത്തോട്ട് വരും പമ്പ. ഇവിടെ നിന്ന് നമുക്ക് മാരിജ്യോതി കാണാം. മാരിജ്യോതിക്ക് ഈ കഴിഞ്ഞ വർഷം ഒരു 25,000-30,000 പേരോളം ഉണ്ടായിരുന്നു നമ്മുടെ തോട്ടത്തിലുണ്ട്. നമ്മുടെ ഓർമ്മയില്ല, തൊട്ട് മുകളിലൊരു ഗ്രൗണ്ട് ഉണ്ട് സർക്കാർ ഫോറസ്റ്റിനകത്ത്. അവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഡോക്ടേഴ്സ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, ഹെൽത്ത്, ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സകല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വരും. കളക്ടർ ആദ്യം വരും, ഒന്നെല്ലാം നോക്കിയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് പ്രത്യേകം പോകും. ഇതിപ്പോ ഈ വെച്ചേക്കുന്ന ഡ്രാഗൺ നമുക്ക് അവിടുത്തെ അത് കഴിഞ്ഞിട്ട് വെച്ചേക്കുന്ന ഡ്രാഗൺ കൊല്ലം വെച്ചാൽ ഇപ്പം ഒരു 13 മാസമായിക്കാണ്. അതിക്കുള്ളായിട്ടില്ല, 13 മാസമായിട്ടുള്ളൂ. കഴിക്കാൻ തുടങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞുള്ളൂ കഴിക്കാൻ തുടങ്ങി. ഡ്രാഗൺ ഇപ്പൊ ഇവിടെ നല്ല സക്സസ് തന്നെയാണ്. ഇതിനിടയ്ക്കാണ് മാലിമുളക് വെച്ചായിരുന്നു. മാലിമുളക് സക്സസ്, പക്ഷെ എല്ലാം കൂടെ നോക്കാനുള്ള സമയക്കുറവ് കാരണം ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും മുളക് പറിക്കുന്നുണ്ട്. പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ തന്നെ അതിന്റെ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം ഇപ്പൊ ഈ കുരുമുളക് കൃഷിയുടെ പയ്യാനത്തേക്ക് കൊണ്ട് വെച്ചേക്കുന്നു. ഈ പലകപ്പയ്യൻ എന്ന് പറഞ്ഞ ഐറ്റം കൊണ്ടുവന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇപ്പൊ 10 രൂപ നട്ടിയാണ് സാമ്പിൾ ചെയ്യുമ്പോൾ. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് പതുക്കെ മൊത്തം നടും. പിന്നെ കുരുമുളക് ഈ തണ്ണിമത്തനാണ് ഞങ്ങൾ ഈ കൊല്ലം ഇച്ചിരി ഒന്ന് നോക്കുന്നത്. ഇച്ചിരി കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. 3 മാസം കൊണ്ട് റിസൾട്ടാ. ഒരുപാട് റബ്ബർ വെച്ച് 10 കൊല്ലം കാത്തിരിക്കുന്നവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നട്ടേന്റെ ഒരു 41-ാം ദിവസം പൂ വിരിയും. 70-ാം പൊക്കം ഏറെക്കുറെ കായാകും. 80-85-ാം പൊക്കം മൊത്തം തൂത്ത് പറിച്ച് റിസൾട്ട് ഓക്കെ എന്നാ കിട്ടി എന്നുള്ള കാര്യം 85-ാം ദിവസം അറിയാം. റബ്ബർ കൃഷിയിലേക്ക് ഒരു താല്പര്യം വളരെ കുറവായിരുന്നു. ഇപ്പൊ വിലയുള്ളതുകൊണ്ട് ഈ കൊല്ലം ഞാൻ ഇവിടുത്തെ കുറച്ച് റബ്ബറിന്റെ മണ്ണ മൊത്തം മുറിച്ചാൽ കുടിയിടണമെന്നൊക്കെ കരുതിയതാ. പിന്നെ അതെങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിയേക്കാം. വില കൂടിയോണ്ടൊരു പമ്പലിപ്പം. പുതിയതായിട്ട് റബ്ബർ തോട്ടം ഒട്ടും താല്പര്യമില്ല. പണിയാരെ കിട്ടാൻ നോക്കിനെ പ്രതീക്ഷിക്കണ്ട. അല്ല പിന്നെ ഹിന്ദിക്കാരെയൊക്കെ പഠിപ്പിച്ചെടുക്കണം. പലയിടത്തും ഹിന്ദിക്കാരെ പഠിപ്പിച്ചെടുക്കും. അവര് പഠിച്ചു കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. കഴിഞ്ഞ റംബൂത്താന്റെ ഒരു വിലയിടി വന്ന സമയത്ത് പാലായ്ക്കപ്പുറത്ത് വെച്ച് ഒരു ദിവസം ഒരു മീറ്റിംഗ് കൂടി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 5-6 ഏക്കർ ഡ്രാഗൺ ചെയ്ത ഒരാള് അതിന്റെ കാല് മൊത്തം പറിച്ച് അവിടെ അടുക്കി വെച്ചേക്കുക. അപ്പൊ ചോദിച്ചവൻ പറഞ്ഞു ഇന്ന പോലെ പിന്നെ ആ രോഗം വന്ന് മൊത്തം പറിച്ചതാണ്. ഇനി ഒരു 100 വർഷത്തേക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 100 വർഷത്തേക്ക് ആ പറമ്പിൽ ഡ്രാഗൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവര് ചെയ്യാവുന്ന ഭയങ്കര കൃഷിക്കാരാണ്, അത് ചെറിയ പാർട്ടിയല്ല. പിന്നെ 100 കണക്കിന് ഏക്കർ തോട്ടങ്ങളും കാര്യമുള്ള ആൾക്കാരാണ് എല്ലാ കൃഷിയും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളെ പറഞ്ഞ അറിവ് സാഹിബ് സാർ എന്ന് പറഞ്ഞ പൂത്തള്ളംകാരനാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പുള്ളി വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പുള്ളി പറഞ്ഞു ഈ തിരുവനന്തപുരം സൈഡിലെ പാർട്ടി ഗഫൂർഖാൻ എന്ന് പറഞ്ഞ ഒരാള് 20 ഏക്കറോളം നഷ്ടം വന്ന് മൊത്തം പോയി. 10 ലക്ഷം രൂപയോളം പുള്ളി ഇതിനുവേണ്ടി മരുന്ന് മേടിച്ച് ചെലവാക്കി കളഞ്ഞു. എന്നിട്ടും രക്ഷപ്പെടിച്ചില്ല എന്നൊക്കെയാ പറയുന്നത്. അങ്ങനൊരു വലിയൊരു ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. ഹൈ റിസ്ക് ഒരു കാര്യമല്ലേ. റിസ്ക് തന്നെ. അത് ഇറങ്ങി തിരിക്കുമ്പം
ചെറിയ കാര്യമല്ല. ഞാനിനി ഒരു കാല് പോലും കൂടുതലായിട്ട് നട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ലാഭം കിട്ടിയാൽ ഒരുപാട് പേര് ഇതിനകത്തോട്ട് ഇറങ്ങും. സാധനം കായുടെ പിന്നെ ഉൽപാദനം കൂടും, നാട്ടില് കായ്ക്ക് വിലയില്ലാതെ വരും. അങ്ങനെ ആകുമ്പോൾ നമ്മളത് ഇപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ നിൽക്കുക. ഇനി മുന്നോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഡ്രാഗൺ കൃഷി ചെയ്ത് മുമ്പോട്ട് കഴിയുന്നവർ ഒരു സൂക്ഷിച്ച് ചെയ്യണമെന്നുള്ളതാണ് 100%. എന്റെ ഒരു വിശ്വാസം വെച്ച് അങ്ങനെ ചെയ്യേണ്ടത്. ചെയ്തോളൂ. കുറച്ച് 10-100 കാലൊക്കെ നടന്ന പോലല്ല. കൂടുതലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം എവിടെ കൊണ്ട് വിൽക്കും എന്നുള്ള പ്രശ്നം. ഇപ്പൊ ഈ കൊല്ലം ഞങ്ങൾക്കാണെങ്കിലും ഇന്നിപ്പോ പറിക്കുന്നുണ്ട്. ഈ പറിക്കുന്ന കായ ഇന്നിപ്പോ എവിടെ കൊടുക്കണമെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നമുക്കിപ്പോ സൂക്ഷിക്കാൻ സൗകര്യം ഞാൻ ചെയ്തിട്ടില്ല. ഈ കൊല്ലം ഫ്രീസർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നു. അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഫ്രീസർ റെഡിയാക്കും. കൃഷികളിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു തട്ടുകേട് വരും. ഞങ്ങൾ കണ്ട് ഈ നമ്മുടെ തോട്ടത്തിൽ കൂടി ഇപ്പം 2-3 പട്ട് കിടക്കുന്നു. ഇമാരെ ഇങ്ങനെ ഇറക്കി നമ്മളിങ്ങനെ നമുക്ക് ഈ മൃഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം ആന വന്നു. ആനയും ആനയുടെ ഒരു തള്ളയും കുഞ്ഞോട് വന്നപ്പം ഇമാരാ അതിനെല്ലാം ഓടിച്ചു. മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. അപ്പൊ അവര് നന്നായിട്ട് കുരയ്ക്കുകയും ഓടുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തോട് അറ്റാക്ക് ചെയ്ത് കയറാനുള്ള ആ ഒരു പ്രചോദനം കുറയും മൃഗങ്ങൾക്ക്. ഇപ്പൊ ഒരു 5 പട്ടിയുണ്ട് നമുക്ക് രാത്രി വിടും. ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പം നമുക്ക് പന്നിയൊക്കെ വരുന്നതിനൊക്കെ എല്ലാത്തിനും ഓടിക്കും. കയറത്തില്ല. അപ്പൊ എന്തുണ്ടെങ്കിലും കാടിന്റെ അടുത്താണെങ്കിലും നമുക്കൊരു വലിയൊരു ഇമാരുള്ളതുകൊണ്ട് വലിയൊരു ധൈര്യമാണ്. പുലിയുണ്ട്. പുലിയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പട്ടി ഒന്നിച്ചുള്ളതുകൊണ്ടാണ് ഐക്യമായിട്ട് ഇങ്ങനെ 1-2 പട്ടിയൊക്കെ പുലിയാണെങ്കിൽ പിടിക്കും. ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ പുറത്തു വരുന്നുണ്ട്. ഈ നമ്മുടെ വേലിയുടെ വെളിയില് കൈസം വന്ന ആനയുടെ ആനപ്പിണ്ടോ കിടപ്പുണ്ട്. അത് രാജപാളയം ഞാൻ വീട് മാറ്റിയെടുക്കാൻ പോയപ്പോ അവിടുന്ന് രാജപാളയത്തു നിന്ന് മേടിച്ചത്. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി. ശരി. അവനോട് ഇവൻ ഇങ്ങനെ ഇവിടെ പമ്മി കിടക്കും. തോട്ടം തോടി കാണുന്നുള്ള എലിയെല്ലാം പിടിക്കും ഇവനല്ലേ. നമ്മൾ ഈ ജർമ്മൻ ഷെപ്പേർഡിനേക്കാളും നമുക്ക് തോട്ടം നോക്കാൻ രാജപാളയം ഏറ്റവും ബെസ്റ്റ്. അവൻ വേട്ടപ്പട്ടിയാ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവൻ ഇവിടെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അവൻ വരും, നമ്മളെന്ന് കാണും, പിന്നെ ഫുള്ള് ഇവിടെ മുഴുവൻ നോട്ടം. ഇത് മണം പിടിച്ച് മിക്കവാറും ഏരിയയുടെ പൊത്തൊക്കെ പോയി മാന്തി ഇലയെ പിടിക്കും. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിനെല്ലാം പിടിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ്. ജർമ്മൻ ആണെങ്കിൽ നമ്മുടെ കൂടുതൽ ഇങ്ങനെ ഇവിടെ കിടക്കും. നമുക്ക് ആവില്ല. എന്റെ ചോട്ടിന്ന് മാറും. നമുക്ക് ആവില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങും. പട്ടി ഇവിടെ കിടക്കും. എന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് റൗണ്ടിൽ പുറത്ത് പോകത്തില്ല. ജർമ്മൻ അവിടെ തന്നെ ചേട്ടാ, നമ്മളിവിടെ ഒരു പരീക്ഷണമായിട്ടാണ് നമ്മളിവിടെ ഏലച്ചെടി ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. റബ്ബറിനകത്ത് ഞങ്ങളിപ്പോ ഒരു 3-ാം വർഷം ഏലം പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ഞങ്ങൾ അങ്ങനെ നോക്കുന്നൊന്നുമില്ലായിരുന്നു. എന്നാലും കഴിഞ്ഞ കൊല്ലം കുറച്ച് കായ കിട്ടി. അതുകൊണ്ട് ഈ കൊല്ലം ഞങ്ങൾ ഏലം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഞള്ളാനിയാ വെച്ചേക്കുന്നത്. ഇതെല്ലാം ഫുള്ള് ഞള്ളാനിയാണ് വെച്ചേക്കുന്നത്. ഒരു 10-100 രൂപ കൂടെ ഉള്ളു ഇതിനകത്ത്. താഴെ ഞങ്ങള് ഒരു ശകലം ഒരു 10,000 മുടി പോയി വെച്ചു. പുതിയ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം പൂവൊക്കെ പിടിച്ചത് കയറി വരുന്നുണ്ടല്ലേ? ഇടുക്കിയിലെ പോലെ ഒരു ഇടുക്കിയിലെ ഒന്നും പറയാൻ നമുക്ക് ഇവിടെ കിട്ടത്തില്ല. 20 അടിക്ക് റംബുട്ടാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏലം വെച്ചിട്ടുണ്ട്. റബ്ബർ മുറിച്ചു കളയാനുള്ള പരിപാടി ഉദ്ദേശിച്ചേക്കുന്നത്. അടിയെ മുറിക്കാനാ? അടിയെ മുറിക്കണോ അതോ ഇപ്പൊ കുരുമുളകിന് വിലയുണ്ടോ? പകുതി വെച്ച് മുറിച്ചിട്ട് കുരുമുളക് പൊടികൾ ഇട്ടാൽ കൊള്ളാമെന്നുണ്ടോ? ഒന്നും അങ്ങനെ ഒരു ഫൈനൽ തീരുമാനത്തിലായിട്ടില്ല. റബ്ബറിന് വില ഉള്ളതുകൊണ്ട് ഇപ്പൊ റബ്ബർ മുറിക്കാൻ ഒരു മടി. ഇവിടുത്തെ കാലാവസ്ഥക്ക് കാപിടുത്തം നമുക്ക് നല്ല അത്യാവശ്യം കാപിടുത്തം കിട്ടും. കാപിടുത്തമൊക്കെ നല്ല. ഈ കൊല്ലം നമ്മുടെ പണിക്കാർ ചെറിയൊരു അബദ്ധം പറ്റി. ഒരു വളം വരിയിട്ട് മരം തളുത്തുപോയി. അതുകൊണ്ട് ഈ കൊല്ലം കായില്ല ഇവിടെ. നേരത്തെ വളം വരിട്ടോ പൂക്കേണ്ട സമയത്ത് തളുത്തുപോയി. ചെറുതായിട്ട് കായ്ച്ചുണ്ട്. കാ ഉള്ള കാ നല്ല പഴവാ. നല്ല വലിപ്പവും നല്ല മധുരമുള്ള കായ. ഇവിടെയൊക്കെ ഇപ്പൊ ഈ പരുവത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള ഒന്നും ആയിട്ടില്ല. അവസാനം ചില ഒരു 2-3 മാസം പിടിക്കും. എല്ലാ കൊല്ലം ഏറ്റവും ലാസ്റ്റ് ന്യായമായിട്ടുള്ള വില കിട്ടും. നമുക്ക് വില കിട്ടും. അതും ഈ ക്ലൈമറ്റിന്റെ ആയിരിക്കും. അതെ, ഓരോ ഏരിയക്ക് ഓരോ സമയമാണ്. ഇപ്പൊ ഇവിടെ ഒക്കെ ഞങ്ങളുടെ കാ പറിച്ചു കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് കട്ടപ്പന സൈഡിലൊക്കെ കാ പറിക്കുന്നത് കേൾക്കുന്നത്. ഓരോ ഏരിയക്ക് കാലാവസ്ഥ അനുസരിച്ച് കായുടെ പൂ ഇരിയുന്നതും കാ പറിക്കുന്നതും പല സമയങ്ങളിലാണ്. ഡിഫറന്റ് സമയമായതുകൊണ്ട് കായ്ക്ക് വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോ എത്ര കൊല്ലം ഒരു മരമായതാ? 3-ാം വർഷം. നമ്മളിവിടെ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ജൈവ രീതിയിലാണ്, രാസവളപ്രയോഗമാണ്? ഏതാ നമ്മൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? അതിലേതാ നമ്മൾ ചെയ്യുന്നത്? ഞങ്ങള് ആട്ടുംകാട്ടം എല്ലാ വർഷവും ഉണ്ട്. ചാണപ്പൊടി ഇടുന്നുണ്ട്. കുമ്മായം പതവുന്നുണ്ട്. മണ്ണിന്റെ pH നമ്മൾ നോക്കും. pH നോക്കാറുണ്ട്. ഒരു പ്രാവശ്യം നോക്കും. pH മീറ്റർ ഇരിപ്പുണ്ട്. ചെക്ക് ചെയ്യും. പിന്നെ നന എങ്ങനെയുണ്ട്? നന മൊത്തം ട്രിപ്പ് ഇട്ടേക്കാം. മൊത്തം ഫുള്ള്. ഇപ്പം കാട് കയറിയപ്പം എല്ലാം മാറി കിടക്കും. മഴ ആയതുകൊണ്ട് ഇപ്പം മഴ മാറുന്ന സമയത്ത് ട്രിപ്പെല്ലാം സെറ്റ് ചെയ്യും. ചെയ്താല് മൊത്തം എല്ലായിടത്തും വെള്ളം ചെല്ലും. കണ്ടിന്യൂസ് മോട്ടർ അടിക്കും. ഏലത്തിനും
ഏലത്തിനെല്ലാം ഒന്നിച്ച് സ്പ്രേ ചെയ്യും. ഈ ഡ്രാഗന്റെ ഇടവിളയായിട്ട് ഈ ചേന കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ ഒരു ബോണസ് പോലെ നമുക്ക് കിട്ടും. എക്സ്ട്രാ ബോണസിനേക്കാൾ ഉപരി കാട് കിളുക്കും, എന്നാലും കാട് കിളുക്കും, പണിയാനത്ത് പണിയിക്കണം. ആ കൂട്ടത്തിൽ ചേനയ്ക്ക് പണിയാണല്ല, അതൊരു 6 മാസം കഴിയുമ്പോൾ ചേന പറിക്കുകയും ചെയ്യാം. അത്രയും കാടും നല്ല വൃത്തിക്ക് കിടക്കും. ഇതിന്റെ അടുത്ത വളം അതിനും കിട്ടും, അതിനടുത്ത വളം ഇതിനും കിട്ടും. എന്നാൽ അവിടുത്തെ ഡ്രാഗൺ ഇതൊരു ഒരു ബുദ്ധിമുട്ടാവുന്നുമില്ല, വലിയ തടസ്സം വരുന്നില്ല. ഞങ്ങളുടെ ഡ്രാഗൺ ഇച്ചിരി 11-10 വെച്ചേക്കുന്ന അകലം. ഇച്ചിരി ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒരു 1-2 ലൈൻ ചേന നടുകയും ചെയ്യാം. ഇത് നെയ്ച്ചേനയാ, ചെറുതൊന്നുമല്ല, 5-8 കിലോ വരുന്നു. മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്നു. 2000 കിലോ ഒന്നിച്ച് വിത്ത് കൊണ്ടുവന്നു. ഒരു 3000 മൂടോളം നട്ടിട്ടുണ്ട് ഏകദേശം. ഇതിപ്പോ പറിക്കുമ്പം പറിച്ചു കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ഞങ്ങള് അപ്പത്തേക്ക് വെയിലാവും. അപ്പൊ ഇതിനകത്ത് തണ്ണിമത്തം നടാൻ വേണ്ടിയുള്ള പ്ലാൻ. ഈ പ്രദേശം ഫുള്ള് നമ്മൾ തണ്ണിമത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തണ്ണിമത്തന്റെ കൃഷിയുള്ള സ്ഥലത്തൊന്ന് പോകണം. എവിടെ വെച്ചാൽ രാജസ്ഥാനോ കർണാടക എവിടെ വെച്ചാൽ പോയി ഒന്ന് പോയി പഠിച്ചിട്ട് വരണം. നമുക്ക് ഇവിടെ എത്ര പണിക്കാരുണ്ട് ചേട്ടാ നിലവിലിതാ? പണിക്കാർ 5 പേരുണ്ട്. 3 പേര് തമിഴ്നാട്ടുകാരാണ്. അതിനകത്ത് ഒരാൾ ഏലത്തിന്റെ മാത്രം വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. പിന്നെ 2 പേര് ഇവിടുത്തുകാരാണ്. 3 പേര് എല്ലാ ദിവസവും വൈകിട്ട് തങ്ങുന്നുണ്ട്. ഈ ഇല നമ്മളെ ഈ ചേമ്പ് ഒരു മാറാമെന്ന് പറയാം. ഈ ചേമ്പ് നമ്മളെ മീന് വേണ്ടി നട്ടേക്കുന്ന, മീനെ തീറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി നട്ടുണ്ട്. അന്നത്തെ സൈഡിൽ നട്ടുണ്ട്. ഇതിനെ മുറിച്ചിട്ട് നന്നായിട്ട് മീൻ കഴിക്കും. മീന് നമ്മളീ പിന്നെ അല്ലാത്ത ഫുഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിന്റെ ടേസ്റ്റ് എടുത്ത് നമ്മൾ കറി വെക്കുമ്പോൾ പച്ചില നാച്ചുറൽ ആയിട്ടുള്ള മീനിന്റെ ആ രുചി എടുത്തുള്ളൂ. ഇത് ഇല ഇതും കപ്പയുടെ ഇലയെല്ലാം കൊടുക്കും. നമ്മളിട്ട് കപ്പയുടെ ഇലയും കൊടുക്കും. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ എല്ലാ കൃഷിയുണ്ട്. കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, പച്ചക്കറി എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. മത്തങ്ങയൊക്കെയാണ് ഒരുപാട് പറിക്കാൻ കിടപ്പുണ്ട്. കോവയ്ക്കായ സകല പച്ചക്കറി സാധനം ഇതിനകത്തുണ്ട്. നമ്മളിവിടെ അവക്കാടോ ഒരെണ്ണം നട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ആദ്യം ഒരെണ്ണേ വെക്കത്തുള്ളൂ. നമ്മളത് പരീക്ഷണമാണ്. 1-2 നടും. അത് നട്ടതിന്റെ ഗുണം എങ്ങനെ നോക്കിയിട്ട് നമ്മൾ അടുത്ത രീതിയിലേക്ക് മാറത്തുള്ളൂ. നീങ്ങുന്നുള്ളൂ. കായ്ച്ചു തുടങ്ങി അവക്കാടോ കഴിഞ്ഞ കൊല്ലം പൂ കിട്ടും, പക്ഷെ കാ പിടിച്ചില്ല. ഈ കൊല്ലം കായ്ക്കുമായിരിക്കും. പിന്നെ ആത്തയ്ക്കാണേലും 5-6 വെറൈറ്റി വെച്ചിട്ടുണ്ട്. ചാമ്പ് വെച്ചിട്ടുണ്ട്. പേര ഒരുപാട് വെറൈറ്റി വെച്ചിട്ടുണ്ട്. വാഴ എല്ലാ ഇനവും വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കിട്ടിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നടും. മാവ് 8-9 ഇനം മാവ് വെച്ചിട്ടുണ്ട്. 1.5 വർഷമായുള്ള ഈ പറമ്പ് നമ്മൾ മേടിച്ചിട്ടും ഈ സ്ഥലം മേടിച്ചിട്ട്. അപ്പം അതിനകത്ത് എല്ലാ ഫ്രൂട്ട്സുകളും വെച്ചിട്ടുണ്ട്. അതില് നമ്മളെ കായയുടെ ഗുണം അറിഞ്ഞിട്ട് വേണം അത് കൂടുതലായിട്ട് വെക്കാൻ വേണ്ടി. അപ്പൊ ഇതിപ്പോ ഒരു പരീക്ഷണമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. നമ്മുടെ ഈ പരീക്ഷണത്തിന് എങ്ങനെയുണ്ട്? നമ്മൾ ഇതുവരെയുള്ള നോട്ടത്തിൽ എങ്ങനെയുണ്ട്? വിജയകരമാണ്. കായും കാര്യങ്ങളൊക്കെ എല്ലാം വിജയകരം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്ര അധികം സൈസും കാര്യങ്ങളെല്ലാം നല്ല സൈസും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല മധുരവും ഉണ്ട്. എല്ലാ കായ്ക്കും എന്താണ് അത് പൊതുവെ ആൾക്കാർ പറഞ്ഞു. അത് നിൽക്കുന്ന ഓറഞ്ച് മരമാണ്. അതായത് നമുക്ക് ജ്യൂസ് പിഴിയാൻ നല്ല ഓറഞ്ച്. പഴയ ഒരു മരം അത് പഴയതാ. അത് എപ്പോഴും അതിന്റെ കായുണ്ട്. അത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെള്ളം എടുത്ത് നാരങ്ങ എടുക്കാൻ വേണ്ടി. അതും പൊതനയില ഇവിടെ പൊതനയിലയും 2 കാന്താരിയൊക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ സാധനം ടൗണിൽ നിന്ന് മേടിക്കണത് ചിലപ്പം 80-100 രൂപ കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ എടുക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള നല്ല സാധനം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓമയ്ക്കാണ് ഇഷ്ടം പോലെ എല്ലാ വെറൈറ്റി ഓമയുണ്ട്. ഇവിടെ വന്ന മാങ്ങ കായ്ച്ചു കിടപ്പുണ്ട്. നമുക്ക് വണ്ടി നിറച്ച സാധനമായിട്ട് തിരിച്ചു പോകും. കോവയ്ക്കാണെങ്കിൽ ചിലപ്പോൾ 10-20 കിലോ ആണ്. ഇതിപ്പം കോവിലിടാൻ വേണ്ടിയാണ്. ഈ സ്ഥലം ചുമ്മാ നടക്കുന്നതാണ്. അപ്പൊ അടി കൂടെ നടക്കുകയും ചെയ്യും, തണുപ്പും കിട്ടും, കോവയ്ക്ക പറിക്കുകയും ചെയ്യും. ഇതിപ്പോ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോലെ ഒരു 10-50 കിലോ ഒരാഴ്ച പറിക്കാം. അതിനുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ 20 കിലോ പറിക്കുമായിരുന്നു. ഏകദേശം ഒരാഴ്ച 20 കിലോ കോവയ്ക്ക പറിക്കും. നമുക്ക് പറിക്കുന്നത് തന്നെ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം. 60 രൂപയ്ക്ക് വരെ കോവയ്ക്ക കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേണ്ട 15 രൂപ 18 രൂപയ്ക്കുള്ള വിലയില്ലാത്ത സമയം. അപ്പൊ ഞങ്ങൾ ഉള്ളവർക്കെല്ലാം ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുക്കും. പണിയാർക്ക് ഞങ്ങളും കൊണ്ടുപോകും. അങ്ങനെ തീർക്കും. പറിക്കൂലി കിട്ടിയില്ല, പ്രയോജനമില്ല. 55 വർഷം മുമ്പ് പണിത വീടാണ്. അത്രയും പഴക്കമുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ മേടിക്കുന്ന ആളുടെ അവര് മക്കള് 11 പേരും അത്തായും അമ്മായും വല്യത്തായും വല്യമ്മായും 15 പേര് താമസിച്ച വീടാ. എന്നാ ഇന്നേക്ക് 53-54 വർഷം മുമ്പ് 15 പേര് താമസിച്ച വീടാ. ഞങ്ങളിപ്പോ അത് ഒന്ന് ഇറക്കി അതിന്റെ പട്ടിയെല്ലാം മാറ്റി ഇരുമ്പിന്റെ പട്ടിയൊക്കെ അടിച്ച് ഓടൊക്കെ ഇട്ട് മൊത്തം ചേമ്പ് കൃഷി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചേമ്പ് നട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യം. നമുക്ക് ഒരു വർഷം സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട്. രാവിലെ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുന്നു, ഒരു ചേമ്പ് മാന്തു. ഒരു ചേമ്പ് മൊത്തം പറിക്കത്തില്ല,
മാന്തുന്നു, ഒരു 4-5 ചേമ്പ് പറിക്കുക എടുക്കുന്നു. കപ്പ അങ്ങനെ ഒരു കപ്പ ഒരാഴ്ച കൊണ്ട് പറിച്ചെടുക്കുന്നു. അതിന് അത്രയും വളമുണ്ട്. വളമുണ്ട്, മൊത്തം പറിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ നമ്മൾ എന്നാ ഈ ട്രൈക്കകത്തോടെ വെച്ചേക്കുന്നത്? ഇത് നമ്മള് കൊടി നടാൻ വേണ്ടിയുള്ള കാലിന് വേണ്ടിയുള്ള പയ്യാനി. നമ്മുടെ ഇവിടുത്തെ പയ്യാനി അല്ല, ആകാന്നല്ല ഈ സാധനം. ഞങ്ങൾ ഇത് എടുത്തോണ്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഒരു ആശങ്കയായിരുന്നു ഈ സംഭവം. ഇത് എങ്ങനെ ആവും, പലരോട് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. ഇത് പലക പയ്യാനി എന്നാ പറയുന്നത്. അപ്പം എന്നോട് ഫോറസ്റ്റ് ഞാൻ കുറെ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു സംഭവം സക്സസ് ആണ്, കുഴപ്പമില്ല, വളരും, നല്ല വിലയുണ്ട്, ഇതിനകത്ത് ഒരു ഔഷധ ഗുണമുള്ള കായുണ്ട്, ആ കായ്ക്കും വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം ഒരു 670 മൂട് വണ്ടിയെ കയറി അത്രയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇത് നമ്മുടെ പറമ്പിന് ചുറ്റും ഫുള്ള് ഇങ്ങനെ ഫെൻസിങ് മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയാ. ഇതിപ്പോ ഇല്ലെങ്കിൽ അതുപോലെ ആന വന്ന് കയറും, എല്ലാം മൃഗം വന്ന് കയറും. പന്നിയൊക്കെയാണ് 100 കണക്കിന് വന്ന് വരും ഒന്നിച്ച്. ഇതിനകത്ത് ഇപ്പൊ കറണ്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾറെഡി കറണ്ട് ഫുൾ 24 മണിക്കൂർ ഓണം. 24 മണിക്കൂർ ഓണാക്കിട്ട്. അപ്പം നമ്മൾ ഈ പട്ടിയൊക്കെ നടക്കുന്നത് അപ്പൊ പടി കിട്ടും, അടുക്കത്തില്ല, സൈഡിലോട്ട് നമ്മുടെ വണ്ടി പോലും സൈഡിലോട്ട് പോകത്തില്ല. കമ്പിയെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ആവശ്യമുണ്ട് അവിടെ ഓഫ് ചെയ്യും. ഫോറസ്റ്റിൽ ആൾക്കാർ കയറിയാണ് അവർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. നമുക്ക് മനുഷ്യനായിട്ട് അടിച്ചാൽ മരിക്കത്തില്ല വെച്ചാൽ ഇതിന്റെ രീതി എങ്ങനെയാ വെച്ചാൽ നമ്മള് ക്ലോക്കിലെ സൂചി ഓടുമ്പം ടക്ക് ടക്ക് എന്നുള്ള സമയമുണ്ടല്ലോ, സൗണ്ട്. ആ സൗണ്ട് ഉള്ള സമയത്തുള്ള 4 സെക്കൻഡ് കറണ്ട് ഇല്ല. ആ സൗണ്ട് ഉള്ള സമയത്ത് 1 സെക്കൻഡ് കറണ്ട് ഉണ്ട്. 1 സെക്കൻഡ് കറണ്ട് എന്ന് വെച്ചാൽ നല്ല കറണ്ടാ. പിന്നെ 4 സെക്കൻഡ് കറണ്ട് ഇല്ല. അപ്പൊ ആ 4 സെക്കൻഡിൽ രക്ഷപ്പെടാം. പാമ്പ് മാത്രം കണ്ടു വന്നേക്കുന്നത് കയറി ചുറ്റും, ഒന്നടിക്കുമ്പോ പിന്നെ ചുറ്റും. അവിടെ 3-4ാമത്തെ അടിക്ക് പാമ്പ് ചാവും. അങ്ങനത്തെ അവസ്ഥയായിട്ട് അങ്ങനെ അടിക്കും. അങ്ങനെ ചിലയിടത്തൊക്കെ ഞങ്ങൾ കണ്ടുണ്ടാകും. അപ്പൊ 24 മണിക്കൂർ ഫുൾ ആയിട്ട്. ഇതിപ്പോ സോളാറാണ് പോയേക്കുന്നത്. സോളാറാണ്. ഇത് മുഴുവൻ സോളാറാണ്. ഇതും സോളാറാണ്, വീടും എല്ലാം സോളാറാണ്. ഇതിപ്പോ നമുക്ക് ചെയ്ത് വന്നപ്പോ നമുക്ക് ഇതിപ്പം ഈ പറയുന്ന എത്ര ഏക്കർ ഉണ്ട്? നമുക്ക് 14 ഏക്കർ നമ്മൾ ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ? ഫുള്ള് ഫെൻസിങ്. അപ്പൊ എന്നാ മുടക്കം നമുക്ക് വന്ന് കാണാതെ ഒരു 8 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഫെൻസിങ് തന്നെ നമുക്ക് ആയിട്ടുണ്ട്. സർക്കാരിന്റെ ഫെൻസിങ് ഇടയ്ക്കുണ്ട് കേട്ടോ. എങ്ങനെ? ഞങ്ങളുടെ ഫെൻസിങ് ആ ഞാലി കിടക്കുന്ന ഞങ്ങളുടെ ഫെൻസിങ്. അത് ബൈക്കിന്റെ ക്ലച്ച് കേബിളാ. ആ കേബിളെല്ലാം ഫുള്ള് കറണ്ടാ. അതിനിടയ്ക്കൂടെ ആനയ്ക്ക് ഒന്നും കയ്യോ കാലോ ഇട്ട്, മറ്റേത് ആന അതിനിടയ്ക്കൂടെ കാല് കയറ്റി തൂണ് ചവിട്ടി പടത്തും. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ട. അപ്പൊ ഞാലി ഇട്ടാല് അതിനിടയ്ക്കൂടെ കാല് കയറ്റാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. അപ്പൊ ഞാലിയുടെ എവിടെയെങ്കിലും അവനെ മേത്ത് കൊള്ളും. അപ്പൊ അടിക്കും. അപ്പം അടുക്കുകയില്ല. പിന്നെ അത് കൂടാതെ ക്രോസിംഗ് കമ്പി സർക്കാരിനുണ്ട്. അത് കഴിഞ്ഞിട്ട് സർക്കാരിന് കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പി വേറെ ഉണ്ട്. 3 കമ്പിയെ കാരണമുണ്ട്. അത് 3 ഫെൻസിങ്. അപ്പൊ ഒരു തോട്ടത്തിന് 3 ഫെൻസിങ് ഉണ്ട്. 3 ഇത്ര അകലത്തിലായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടേക്കുന്ന മുള്ളമ്പന്നിയും മറ്റുള്ള ചെറിയ ജീവികൾ കയറാതിരിക്കാൻ വേണ്ടി കമ്പി ഇട്ടേക്കും. അപ്പൊ അതുപോലെ ഒരു സംരക്ഷണത്തിനാണ് നമ്മൾ ഈ സ്ഥലം. അതിന്റെ ഒരു ബലമാണ് ഏറ്റവും വലിയൊരു ഇവിടെ ഞങ്ങൾ നിലനിൽക്കുന്നതന്നെ. ഞങ്ങളിവിടെ തുടങ്ങിയത് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. വെച്ചാൽ ഇപ്പൊ അങ്ങോട്ടുള്ള മറ്റേ ആന അങ്ങ് താഴോട്ട് ഇറങ്ങി ചെല്ലുമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഈ വഴി കൂടെ പോവാ. കഴിഞ്ഞ ആന ഇവിടെ വന്നായിരുന്നു. ആനപ്പിന്റെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു കുട്ടിയാന ഒരു തള്ളയാന ഇവിടെ വന്നായിരുന്നു. ഞാൻ ഇല്ലായിരുന്നു. ഇതിലങ്ങ് താഴോട്ട് ഇറങ്ങി. ശരി. മൃഗങ്ങൾക്ക് അറിയാം. ഒരു കുറച്ച് ദൂരം വരുമ്പോൾ ഇതിന്റെ ഈ കറണ്ടിന്റെ പ്രസരണം ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ചെല്ലും. ആനയ്ക്ക് നന്നായിട്ട് അറിയാം കറക്റ്റ്. ഒത്തിരി അടുത്തോട്ട്. പിന്നെ ഈ ലൈറ്റ്, ഈ സോളാർ ലൈറ്റ്, ഇതെല്ലാം ഈ കാണുന്ന ലൈറ്റുകളെല്ലാം ഒരു 5-5 ഇരുട്ടാകുമ്പോൾ തന്നെ കത്തുമല്ലോ. പറമ്പിന് ഈ വീടിന് ചുറ്റും ഒരു 10-18 ലൈറ്റ് വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ വീടിന് മൊത്തം ലൈറ്റ് ഉണ്ട്. ലൈറ്റും വെട്ടും മനുഷ്യന്റെ മണം ഉണ്ടെങ്കിൽ മൃഗങ്ങൾ അങ്ങനെ വലുതായിട്ട് അടുക്കുക. കവാടം പോലെ ചെയ്തേക്കുന്ന ഒരു തണുപ്പുണ്ട്. ഇത് അങ്ങോട്ട് ചെയ്തേക്കാം പച്ചക്കറി ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് കുമ്പളങ്ങയോ പടലങ്ങയൊക്കെ കാണാം. പറിച്ച ഇതിപ്പോ ഒരു വളരെ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതി. അതെ. കറണ്ട് അടിക്കുന്ന ഷോട്ടിങ് അവിടെ. അതാണ് വലിയ ഒച്ച കേൾക്കുന്നത്. മത്തങ്ങ ഒത്തിരി കിടപ്പുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും മരമൊക്കെ പടത്തിയിട്ടാ ഇത് മുഴുവൻ പ്രശ്നമാകരുത്. അപ്പൊ ഇവിടെ എല്ലാവരും അടിക്കും. അപ്പത്തേക്ക് പണി ഇറങ്ങിപ്പോ നോക്കും. ആന അപ്പുറത്തുനിന്ന് മരമൊക്കെ മറിച്ചാൻ സാധ്യതയില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഷൂട്ടിംഗ് ഉണ്ട് ചെറുതായിട്ട്. ആ ഒരു ഒച്ച ഞങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയാണ്. ആ ഒച്ച ഉണ്ടാകുന്ന അടുക്കില്ല. വരത്തില്ല. ചേട്ടാ നമ്മളിത് ഇതിനെ ഇപ്പൊ ഇത്ര സ്പേസിങ് ഇവിടെ ഇതിന് കൊടുത്തേക്കുന്നത്? സ്പേസ് ഇട്ടേക്കുന്നത് ഒന്ന് ഈ ഇത് ഇപ്പം 1-ാം വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അടുക്കും തമ്മിൽ. അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാ പറിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തല്ല, പുള്ളി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പുള്ളിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന സാധനം
ഈ കേരളത്തിൽ തന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓഹോ ഹോ. പുള്ളിയുടെ അവിടെ ചെല്ലുമ്പം അന്ന് അവർ 7 അടിക്കാണ് വെച്ചത്. 7 അടിക്ക് വെച്ച മരത്ത് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കയറാൻ പറ്റത്തില്ല. അതുപോലെ കുട്ടി ഇടിച്ചിരിക്കുക. വളർന്നു. ഞങ്ങളിത് 11 അടി ഏകദേശം, അല്ല 11-12 അടിയൊക്കെ ഉണ്ട്. ഇത് തമ്മിൽ 12 അടി ആകാലുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ഇടകൃഷി എന്തെങ്കിലും ശാലം ചെയ്യുകയും ചെയ്യാം, ആൾക്കാർ കൂടി വന്ന് കാപ്പറിക്കുകയും ചെയ്യാം. എണ്ണം കുറയും ചെടിയുടെ, എന്നാലും ഗുണം ഇത് തന്നെയാണ്. ശകലം ഇടുന്ന നല്ലത്. എല്ലാത്തിനും എളുപ്പം ഇതാണ്. ഇതിപ്പം ഒരു കൊല്ലമായുള്ള ഇതാ നിറച്ചും പൂവും കായും എല്ലാം നല്ല രീതിക്ക് തന്നെ നിപ്പുണ്ടല്ലോ. ഇതാ ഉണ്ടാവുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ ഉണ്ടല്ലേ. ഇതിപ്പോ ഈ കായ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ലൊരു സൈസിലേക്ക്. ഇതിപ്പോ ഈ കായ നമുക്ക് 20-22 ദിവസമായിക്കാണ്. 20-22 ദിവസമായിക്കാണ്. 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് 1/2 കിലോയ്ക്ക് മുകളിൽ വരും. കായ്ക്കെല്ലാം നല്ലൊരു സൈസ് കിട്ടും. താഴത്തെ നമ്മുടെ നാട്ടിൻപുറത്തേക്കാളും കിട്ടുന്നുണ്ട്. അതാ സാറും പറയാറുണ്ട്, ഇവിടുന്ന് വരുന്ന കായ്ക്ക് നല്ല വലുപ്പമാണ്. നമ്മളെന്താ വേറെ കൂടുതലായിട്ട് വളങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ല. ഈ ആട്ടുംകാട്ടും കോഴിക്കാട്ടും ഒക്കെ ഇടുന്ന നല്ല പറഞ്ഞു ചെയ്തു. ജൈവളമാണ് മെയിൻ. ജൈവളം രാസവളം പിന്നെ ചെയ്യുന്നേ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആ തൈ നട്ട കാലത്ത് ചെറുതായിട്ട് ഈ ബ്ലോക്കോൺ എന്ന് പറയുന്നുണ്ട്, ഒരു മരുന്നല്ല, ഒരു വളമുണ്ട്. ആ വളം ശക്കലം ഓരോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കും. ശകലം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടോ 25 കിലോയ്ക്ക് 3500 വിലയാണ് 25 കിലോ വളത്തിന്. എന്നാ തൂക്കുള്ള കായട്ടെ ഇത്? ഇതൊരു 650-700 ഗ്രാം വരും ഏകദേശം. കഴിഞ്ഞ പോലെ 1 കിലോ വരെയുള്ള കായം കിട്ടിയായിരുന്നു. സൈസ് നല്ല സൈസ് ഉണ്ടല്ലോ ഇത്. ന്യായമായിട്ടുള്ള സൈസ് ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കി മധുരമുണ്ട്. അങ്ങനെ തന്നെ അടത്തി കഴിച്ചാൽ മതി, കയ്യിലെടുക്കണ്ട. സാധനം നമ്മുടെ വീടിന് മുമ്പ് ഇപ്പുണ്ട്. ഇതിനകപ്പഴുത്ത പോലെ ഇത്രയും രുചിയില്ല. ചെറിയൊരു പൊടിയുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങളിത് കഴിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചി കൂടുതലുണ്ട്. ഇന്നത്തെ വിളവാണ് ഇതിപ്പോ? ഇന്നത്തെ വിളവ് ഈ ചുറ്റോട്ടത്തുള്ളതാണ് ഈ കാണുന്നത്. ബാക്കി പറിച്ച് പറമ്പി വെച്ചേക്കുന്നു. ഇതിപ്പോ ഈ വണ്ടി കൊണ്ട് പോയി നമ്മള് കറങ്ങി മൊത്തം കയറ്റി തിരിച്ചു കയറി. ഇതിപ്പോ എത്ര കിലോക്കുള്ള ഉണ്ട് ഇത് കാണുന്നത്? ഇന്നിപ്പോ ഒരു 1200-1500 കിലോ ആണ് ഇന്ന് പറിച്ച്. ഇതിപ്പോ എങ്ങോട്ടാ ഇന്നിപ്പോ ഇന്നത്തെ? നമുക്കിപ്പം ഫ്രീസർ സർവീസ് ആയിട്ടില്ല, ഫ്രീസറിന്റെ സൗകര്യം ആയിട്ടില്ല. തൽക്കാലം എന്റെ ഒരു ഇവിടെ അടുത്തുള്ള ഒരു ഫാം ഉണ്ട്, ജോസഫ് ഫാറിന്റെ, അവിടെ കൊണ്ടുപോയി വെക്കുക. പുള്ളി വിൽക്കുന്ന സെയിൽ ചെയ്യുന്ന ഇപ്പൊ. ഇതിപ്പോ ഫ്രീസറിൽ വെക്കാതിരിക്കണേ എത്ര ദിവസം വരെ നമുക്ക് ഇവിടെ നിൽക്കും? ഞങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല, എന്നാലും ഒരു 5-6 ദിവസമൊക്കെ ഇരിക്കും. ഇതിപ്പം പിന്നെ ശരിക്കുള്ള ഫ്രൂട്ട് ആയിട്ടില്ല. നേരത്തെ പറിക്കുന്നതിനാ ചില ഫ്രൂട്ട് ഈ കളറിൽ പറിച്ചാലേ ഫ്രീസറിൽ വെച്ചാല് ആ ഉറപ്പ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ പറിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ശരിക്കുള്ള ആ മധുരം കുറവാണ്. നല്ലപോലെ പഴുത്തിട്ട് പറിക്കുമ്പോഴാണ് മധുരം കൂടുതൽ കിട്ടുന്നത്. പഴുത്തിട്ട് പറിക്കുമ്പോൾ ഓവർ പൈപ്പാക്കി കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചാൽ അത് ചള്ളുകയും ചെയ്യും, കടക്കാരെടുക്കലാണ്. ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ട്? ഇന്നത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ ആർക്കും വേണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ കൊടുത്ത 160 രൂപ കിലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച 120 ആയി. ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പം 70 രൂപയ്ക്ക് പോലും വേണ്ടെന്നാ പറയുന്നത്. അതൊരു ഈ മേഖലയിൽ വലിയ മനസ്സിന് ഭയങ്കര മടുപ്പ്. ഇന്നലെ പോലെ എന്റെ മനസ്സ് മടിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മള് വലിയ പ്രതീക്ഷ ഇന്നും നാളെയൊക്കെ ഒരുപാട് കാ പറിക്കാറുണ്ട്. പക്ഷെ ഈ വില പകുതിക്ക് താഴെ പോയി കാ വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ 70 രൂപയ്ക്കെങ്കിലും എടുക്കുമെങ്കിൽ നമുക്കൊരു ഇതുണ്ട്. ഇത് വെച്ചോണ്ടിരുന്ന കേടായി പോകത്തില്ല. ഈ ഇവിടുത്തെ ഫാമും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് രാജാനാണ്. രാജാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. രാജാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. പിന്നെ ഇത് രാജാണ് ഏലത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടുന്ന് കട്ടപ്പന സൈഡിൽ നിന്ന് വന്നേക്കുന്ന ആളാണ്. പുള്ളി ഏലം മാത്രമേ നോക്കുന്നത്. മാണിക്യമാണ് ഞങ്ങളുടെ എല്ലാ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് മാണിക്യമാണ്. മാണിക്യത്തിൻ്റെ അളിയനാണ് രാജ. ഇത് ബാബു ഇവിടെ തിരാപ്പള്ളിക്കാരനാണ്. ബാബു നമ്മളോടൊപ്പം ഉണ്ട്. ഇത്രയും പേരാണ് ഈ പറമ്പിലെ കാര്യങ്ങളും മറ്റു പറമ്പിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നവരാണ്. ഇവിടെ വന്ന് ഈ പദ്ധതി തുടങ്ങിയുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇത് അനുഗ്രഹമായിരുന്നു. നേരത്തെ ആന വരുമായിരുന്നു. ഇവിടെ സർക്കാരിൻ്റെ ഫെൻസിങ് ഉള്ളപ്പോഴും ഫെൻസിങ് എല്ലാം വളർത്തിക്കൊണ്ട് ആന ഇവിടെ കിടന്ന് ഒന്ന് ഭയങ്കര ശല്യമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഇവിടെ ഈ ഫെൻസിങ് പുതിയ ഫെൻസിങ് ഇട്ടുകൊണ്ട് ഒത്തിരി ശല്യം കുറവുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ ആന ഇതിലേ വന്ന് ഇവിടെ ഇറങ്ങി പോവായിരുന്നു. ഇവിടെ കൃഷി തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ശല്യങ്ങൾ വലിയ കുറവാണ്. മൃഗങ്ങളൊന്നുമില്ല, പന്നിശല്യം മാത്രമേ ഉള്ളൂ മറ്റുള്ള ഇടങ്ങളിൽ. ഞങ്ങൾക്കെല്ലാം ആനയൊന്നും ഇങ്ങനെ ബൗണ്ടറി വഴി വരുമെന്നേ ഉള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു.